ഒരുപാട് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പാർട്ടി സഖാക്കളെയൊക്കെ തിരികെ കയറ്റിയ ഒരു വാർത്ത. അതാത് വാർഡിനകത്തുള്ളവരെ മാത്രമേ നമ്മൾ ഈ ആശാവർക്കർമാരായിട്ട് വയ്ക്കാൻ നിയമമുണ്ട്. അപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നിട്ട് ഈ തൃശ്ശൂരുള്ള ഈ കരാറുകാരനോട് ആവശ്യപ്പെട്ടത് പാർട്ടിക്ക് 20% തുക നിങ്ങളിപ്പോൾ കൊടുക്കണം. കമ്മീഷൻ കൊടുക്കാതെ ഒരു കാര്യം പോലും ഈ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന പിണറായി മന്ത്രിസഭ രണ്ടാമത് ഏറ്റത് മുതൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരുപാട് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പാർട്ടി സഖാക്കളെയൊക്കെ തിരികെ കയറ്റിയ ഒരു വാർത്ത നമ്മളെല്ലാം മുമ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഈ പറയുന്ന PSC ഒക്കെ നോക്കുകുത്തിക്കാക്കിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാരുടെ ലേബലിൽ ഒരുപാട് പേരെയൊക്കെ അവർ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത ഇല്ലാണ്ടായി. ആ വിഷയമൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വിഷയമുണ്ട്. എൻ്റെ ഇവിടെ ഇരിക്കുന്നത് INTUCയുടെ ഐത്തേട്ടനും ശ്രീരംഗൻ ചേട്ടനുമാണ്. അപ്പോൾ ഈ പറയുന്ന വലിയകുന്ന് ഹോസ്പിറ്റലിൻ്റെ കുറേ വിഷയങ്ങൾ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയകുന്ന് ഹോസ്പിറ്റലിൽ ആശാ വർക്കറായിട്ട് ഒരാളുടെ നിയമനത്തെ ചൊല്ലിയിട്ട് ഉപരോധം നടന്നു. ആ ഉപരോധത്തിൽ നമുക്ക് പങ്കെടുക്കാനായില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഐത്തേട്ടനും ശ്രീരംഗൻ നമ്മുടെ കൂടെയുണ്ട്. ഐത്തേട്ടാ, എന്തായിരുന്നു വിഷയം? അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജയിച്ച കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും അധികാരത്തിൽ ഏറാൻ ഇരിക്കുന്നൊരു സമയമാണ്. 21-ാം തീയതി അവരുടെ സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ തലേ ദിവസമാണ് ആറ്റിങ്ങൽ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശോഭനകുമാരി 8-ാം വാർഡിൽ. അപ്പോൾ ശോഭനകുമാരിയുടെ വാർഡിൽ മറ്റൊരു വാർഡിൽ ആശാവർക്കറായി ജോലി ചെയ്ത ഒരാളിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ വേറൊരാളിനെ നിയമനം നടത്തിയിരിക്കും. ഇവിടെ 8-ാം വാർഡിൽ ശോഭനകുമാരിയായിട്ട് ആലോചിക്കാതെ ഇനിയിപ്പോൾ കൗൺസിൽ നിലവിലില്ല. അപ്പോൾ HMC മണ്ടങ്ങോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 8-ാം വാർഡിൽ പുതിയ ഒരു ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള ഉത്തരവ് വലിയകുന്ന് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് നൽകിയത്. അപ്പം അങ്ങനെ ഒരു സൂപ്രണ്ടിന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയും ഇല്ല. സൂപ്രണ്ടെന്ന് പറയുന്നത് CPMൻ്റെ ഒരു നേതാവിൻ്റെ ബന്ധു കൂടിയാണ്. കോലിക്കോട് കൃഷ്ണൻ നായരുടെ ശേഷകാരിയാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്നു കോലിക്കോട് കൃഷ്ണൻ നായർ പോലും ഇതറിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വളരെ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ചെയ്യാൻ പാടില്ല അല്ലേ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു പുതിയ ആശാ വർക്കർ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ആശാ വർക്കർമാരെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ശുപാർശ ഒരു സ്ഥലത്ത് ആശാ വർക്കർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലറുടെ ശുപാർശ അനുസരിച്ച് കൗൺസിൽ ഏകകണ്ഠമായി എടുക്കുന്ന ഒരാൾ HMC കമ്മിറ്റിയിലേക്ക് വരും. അജണ്ടയായിട്ടാണ് വരുന്നത്. അപ്പോൾ HMC കമ്മിറ്റി അങ്ങനെ ഒരു കൗൺസിൽ ഏകകണ്ഠമായി ഇന്നൊരാളെ നിയമിക്കണം എന്ന് പറഞ്ഞാൽ നിയമിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് HMC കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചോ ഇല്ലേ നമുക്കറിയില്ല. അങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള പവർ ഈ ടൈമിനില്ല. കാരണം പുതിയ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു ഗൂഢലക്ഷ്യമാണ്. ഇപ്പോൾ ഒരാളെ അനധികൃതമായി ജോലിക്ക് കയറ്റുന്നതിന് അവർ പുതിയ കൗൺസിൽ അധികാരത്തിൽ, അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്താൽ ഈ കൗൺസിലർ ഇത് അറിയില്ലല്ലോ. അപ്പോൾ ഈ കൗൺസിലർ ഇത് മുൻകൂട്ടി അറിഞ്ഞു. നമ്മുടെ ആറ്റിങ്ങൽ ബ്ലോക്കിനകത്തുള്ള ബ്ലോക്ക് ഭാരവാഹി ശ്രീരംഗൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് കൗൺസിലറും ഈ കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇവർ ബന്ധപ്പെട്ട് ഇവരൊരു പെറ്റീഷൻ, പരാതി തയ്യാറാക്കി സൂപ്രണ്ടിന് കൊടുത്തു. അതിനു മുമ്പ് തന്നെ നമ്മുടെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീരംഗൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു നിയമനം അനധികൃതമാണ്, നിങ്ങളങ്ങനെ ഒരു നിയമന ഉത്തരവ് ഒരിക്കലും നൽകരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ നിയമന ഉത്തരവ് നൽകി.
നിയമന ഉത്തരവ് നൽകിയിട്ട് പിന്നീട് ഇവർ പരാതിയായിട്ട് ചെന്നപ്പോഴും പറയുന്നത് ഇത് നമ്മൾ പരിശോധിക്കാം, തൽക്കാലം ഇത് ഫ്രീസ് ചെയ്ത് വയ്ക്കാതാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം പറയും. അവർ നിയമന ഉത്തരവ് നൽകിക്കഴിഞ്ഞു. അതനുസരിച്ച് പിന്നെ ആശാ വർക്കറുടെ പ്രവർത്തനവുമായി ഇറങ്ങാൻ അവിടെ ചെന്നപ്പോൾ ജനങ്ങളുടെ എതിർപ്പുണ്ട്, കൗൺസിലിൻ്റെ എതിർപ്പുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ എതിർപ്പുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആശാ വർക്കർ ഇതുവരെ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല. ചേട്ടാ, അതായത് ഇതിനൊക്കെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ? അതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ 8-ാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഇതിനൊരു HMCയുടെ ഒരു ബൈലയുണ്ട്. അതിൽ അതാത് വാർഡിനകത്തുള്ളവരെ മാത്രമേ നമ്മൾ ഈ ആശാവർക്കർമാരായിട്ട് വയ്ക്കാൻ നിയമമുള്ളൂ. പക്ഷെ ആ നിയമങ്ങളെല്ലാം CPM കാറ്റിൽ പറത്തിക്കൊണ്ട് അവരൊക്കെ ഇഷ്ടപ്പെട്ടവരാണ്. മറ്റ് പഞ്ചായത്തിൽ നിന്ന് പോലും അവർ കൊണ്ടുവന്ന് അവരെ പാർട്ടിക്കാർ ഇവിടെ കുത്തി നിറയ്ക്കുന്ന ഒരു സമ്പ്രദായം നടക്കുകയാണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ്, ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് പഴയ ഡേറ്റിട്ട് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ വിവരം ഞാൻ സൂപ്രണ്ടിൻ്റെ കൂടെ രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ചട്ടലംഘനമാണ്. ഇത് സൂപ്രണ്ട് തന്നെ ഇത് അന്ന് വന്ന പാർട്ടിക്കാരുടെ പറഞ്ഞു എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സൂപ്രണ്ട് പല ചട്ടലംഘനങ്ങളും വലിയൊന്ന് ആശുപത്രിയിൽ നിന്ന് പാർട്ടിക്കാർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ ഒരു തെളിവിപ്പം കിട്ടിയേക്കുന്നത്, ഞാനിപ്പോൾ അതിന് പരാതി കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ആശുപത്രിയിൽ കിളിമാനുള്ള സുരഭി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, പെൺകുട്ടി അവിടെ ഇരുന്ന് അന്ന് ഈ ഒ പി ടിക്കറ്റിന് 5 രൂപയാണ്. ഈ 5 രൂപ വെട്ടിച്ചവർ സംഭവം പല പ്രാവശ്യം നമ്മൾ വാർത്ത ചെയ്ത സംഭവമാണ്. ആ വാർത്ത ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക്, DMOയ്ക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഞാൻ പരാതി കൊടുത്തു. പരാതി അന്വേഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആറ്റിങ്ങ പോലീസിന് പരാതി കൊടുത്തു. കാര്യം ഇങ്ങനൊരു സാമ്പത്തിക തിരിമറി നടന്ന് ആ സാമ്പത്തിക തിരിമറിക്ക് പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് അന്ന് പരാതി കൊടുത്തു. 2022 അവസാനം 21 ആദ്യമാണ്. പക്ഷേ സൂപ്രണ്ട് എന്നും കൂടെ ഒരു പരാതി പോലീസ് എഴുതി മേടിച്ചുകൊണ്ട് ഇവർ രണ്ടും കൂടെ ടൈപ്പ് ആയിക്കൊണ്ട് ഈ പറയുന്ന പണം അപഹാരം ചെയ്ത വ്യക്തി 4 ഗഡുക്കളായിട്ട് അവർ പറഞ്ഞ തുക എന്ന് വെച്ചാൽ അവരെ കയ്യിലുള്ള പൈസ 2,58,673 രൂപ തിരിച്ചടയ്ക്കുമ്പോൾ തെളിവായല്ലോ. തെളിവായി കഴിഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് കൊണ്ടാണല്ലോ തിരിച്ചടച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ തെളിവാണ്. പോലീസ് കേസെടുക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇന്ന് ഞാനിപ്പോൾ ആറ്റിങ്ങ CIക്ക് പരാതി കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് ഇത് എങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല. സാറ് നിയമോപദേശം ചോദിച്ചോ? അവർ ഈ പൈസ എടുത്ത് തവണകളാക്കി അടച്ച് എന്നുള്ളത് എഴുതി സൂപ്രണ്ട് ഒപ്പിട്ട് സൂപ്രണ്ട് സീലും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ സൂപ്രണ്ടിനെ ബന്ധപ്പെടാൻ HMC കമ്മിറ്റിയിലുള്ളവരും ഇതിൽ കക്ഷികളാവും. അപ്പോൾ അതാരൊക്കെയാണ് അത് സൂപ്രണ്ടിനെ തന്നെ ചോദിക്കും. അപ്പോൾ ഇത് ഒരു വലിയ അഴിമതി, ഈ വലിയൊന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ നമ്മൾ മുമ്പ് 1 കോടി എത്ര ലക്ഷം രൂപ വന്നപ്പോഴത്തേക്ക് ഒരു കൂടാരം കെട്ടിയിട്ടുണ്ട് അല്ലേ? അന്ന് ഞാൻ അവിടെ ഹോസ്പിറ്റൽ സംസാരിച്ചപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞത് അത് സർക്കാർ സംവിധാനമാകുമ്പോൾ ഇങ്ങനെ കമ്മീഷനൊക്കെ പോകുന്നു അവരെന്നെ പറഞ്ഞു. ഇങ്ങനെയാണോ കേട്ടോ? അതുകൊണ്ട് ഈ കമ്മീഷൻ വായ്പ എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ ഇവർ തുടങ്ങിയതല്ല. ഇപ്പം ശ്രീപാദം സ്റ്റേഡിയം ഉമ്മൻചാണ്ടിയാണ് അതിന് തറക്കല്ലെടുത്തത്. അന്ന് ശ്രീ വക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രി, KPC പ്രസിഡൻ്റായിരുന്ന KS സുധാകരൻ സ്പോർട്സ് മന്ത്രി, മോഹനചന്ദ്രൻ C മോഹനചന്ദ്രൻ കിഴക്കൂട്ടത്തുള്ള C മോഹനചന്ദ്രനാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഞാൻ ഈ സ്റ്റേഡിയം ഇരിക്കുന്ന വാർഡിൻ്റെ കൗൺസിലറാണ്, ഞാൻ വൈസ് ചെയർമാനും. ഇതിനു വേണ്ടി ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി
ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈലാറബി പ്രവാസി മന്ത്രിയാണ്. വൈലാറബി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് കേന്ദ്ര ഫണ്ടിൻ്റെ വിഹിതം തരുന്നത്. വക്കം പുരുഷോത്തമൻ അതിന് തുല്യമായ ഫണ്ട് സ്പോർട്സ് കൗൺസിലിലേക്ക് നൽകിയത്. ഇതെല്ലാം സ്പോർട്സ് കൗൺസിൽ വഴിയാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രോജക്റ്റ് അന്താരാഷ്ട്ര സ്റ്റേഡിയമായി ഇതിനെ മാറ്റിയെടുക്കുന്നതിന് അത് എൻ്റെ പ്രകടന പത്രികയിൽ കൂടി ഉള്ളതാണ്. അന്താരാഷ്ട്ര സ്റ്റേഡിയമാക്കി മാറ്റുമെന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 100% ഞാനന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അന്ന് വക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്തുള്ളൊരു സ്വാധീനം, വൈലാറബിയും ഞാനുമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബന്ധം, അതുപോലെ കെ സുധാകരൻ മിനിസ്റ്ററും അതുപോലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വന്ന് തറക്കല്ലിട്ട് ഇത് ഞാൻ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊട്ട് മുമ്പ് തന്നെ ഈ പണി തീർക്കണമെന്ന് കോൺട്രാക്ടറോട് നിർദ്ദേശിച്ചു. കോൺട്രാക്ടർ അതനുസരിച്ച് വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ് ആ സ്റ്റേഡിയത്തിന് വേണ്ടി നടത്തിയത്. അവസാനം ഗവൺമെൻറ് മാറേണ്ടതാണ്. എല്ലാം വർക്ക് ഏകദേശം ഒരു 3/4 ഭാഗം കഴിഞ്ഞു. ഇത് ഇനി ഒരു 3 മാസത്തിനകത്ത് കൂടി ഉണ്ടെങ്കിൽ ഇത് തീർക്കാം. അപ്പോൾ തീർക്കേണ്ട ഒരു സമയമായപ്പോഴാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. LDF അധികാരം. അന്ന് അന്നത്തെ സ്പോർട്സ് കൗൺസിൽ മാറി പുതിയ പ്രസിഡന്റ് വന്നു. അപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നിട്ട് ഈ തൃശ്ശൂരുള്ള ഈ കരാറുകാരനോട് ആവശ്യപ്പെട്ടത് പാർട്ടിക്ക് 20% തുക നിങ്ങളിപ്പോൾ കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, അയ്യോ, കാരണം ഇതിൻ്റെ വർക്ക് ഇപ്പോഴത്തെ പാറ വിലയും മണൽ വിലയും ഒക്കെ അനുസരിച്ച്, കമ്പി വിലയൊക്കെ അനുസരിച്ച് 1 രൂപ പോലും എനിക്ക് കൊടുക്കാൻ കഴിയും. അതുമാത്രമല്ല ഈ പ്രോജക്റ്റിൻ്റെ എൻ്റെയും കൂടി ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റാണ്. അന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ വാക്ക് കൊടുത്താണ്, ഉമ്മൻചാണ്ടി. അപ്പോൾ ഇത് തീർക്കുക, എനിക്ക് എത്ര നഷ്ടം വന്നാലും തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഒരിക്കലും 1 രൂപ പോലും എനിക്ക് തരാൻ കഴിയില്ല. അവസാനം ചെയ്ത ജോലിയുടെ ഘട്ടം ഘട്ടമായി കൊടുത്തുകൊണ്ടിരുന്ന പണം അയാൾക്ക് ലഭിക്കാതെ വന്നു. അയാൾക്ക് 1 കോടി രൂപയുടെ കടം ഇതിനകത്ത് വന്നു. കോൺട്രാക്ടർ അവസാനം ഇതെല്ലാം വരിക്കെട്ടി പോകേണ്ടി വന്നു. പിന്നീട് അതിൻ്റെ ഇരട്ടി തുകയ്ക്കാണ് പിന്നീട് രണ്ടാമത് ഇത് ലേലം ചെയ്തു കൊടുക്കും. 100 കാര്യങ്ങളുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം മൊത്തം ഈ കമ്മീഷൻ അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത കമ്മീഷൻ്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു മടുത്തു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കമ്മീഷൻ കൊടുക്കാതെ ഒരു കാര്യം പോലും ഈ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ പറയുന്ന രാഷ്ട്രത്തിൻ്റെ പുനരുദ്ധാരണം 30% മാത്രമേ ഉള്ളൂ എന്ന് ശ്രീനിവാസൻ പണ്ട് എഴുതിയത് വെറുതെ ആയില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മുടക്കുന്ന കാശിൻ്റെ 30% മാത്രമേ രാഷ്ട്രത്തിൻ്റെ പുനരുദ്ധാരണം വരുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇന്നലെ പോയിട്ട് ഒരുപാട് ഈ സ്ഥലങ്ങൾ കയ്യേറ്റം ഞാൻ കണ്ടായിരുന്നു. ഈ ഭൂമി കയ്യേറ്റം, നിലം കയ്യേറ്റം ചെയ്തു. ഞാനോട് ചെയ്യുമ്പോൾ ഞാൻ പണ്ട് കാണുന്ന പാടങ്ങളൊക്കെ ഇപ്പോൾ വയൽഭൂമി മാറി കരഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചായിരുന്നു എങ്ങനെ ഇത് കരം മാറി. ആർക്കും മറുപടിയില്ല. രാഷ്ട്രീയം, സ്വാധീനം, പണം, വയൽഭൂമി വരെ കരഭൂമി ആയിക്കൊണ്ടിരിക്കുന്നു. മാറ്റം വേണം. സ്വാഭാവികമായ നീരുറവുകളൊക്കെ അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു, വെള്ളം കയറുന്നു. വേനലാണ് ഈ കൊടുമേനൽ. നമ്മുടെ രാജ്യം അപകടത്തിലേക്കാണ്. എക്സ്പ്രസ് വണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.